ലോസ് ആഞ്ചലസിൽ കാട്ടുതീ ഒരാഴ്ചയായിട്ടും അടങ്ങാതെ കൂടുതൽ ഇടങ്ങളിലേക്ക് ആളിപ്പടരുകയാണ്. ഇതുവരെ 24 പേരാണ് മരണമടഞ്ഞത്. ജനവാസ കേന്ദ്രങ്ങളടക്കം 40,000-ലേറെ ഏക്കർ ചാരമായി. അപകടകരമാം വിധം കാറ്റ് വീശുന്നത് തുടരുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വിഭാഗം നൽകിയിട്ടുണ്ട്. വേഗത്തിൽ കാറ്റ് വീശുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് ആശങ്ക. 12,300-ലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചു. നിരവധി കെട്ടിടങ്ങൾ വെറും അവശിഷ്ടങ്ങളായി മാറിയിരിക്കുകയാണ്. ആളിപ്പടരുന്ന തീ US-ലെ രണ്ടാമത്തെ വലിയ നഗരത്തെ വിഴുങ്ങിയിട്ട് 7 ദിവസമായിരിക്കുന്നു. US ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമെന്നാണ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. 92,000 പേർക്ക് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബെൻഡിനും ജനസാന്ദ്രതയുള്ള സാൻ ഫെർണാണ്ടോ താഴ്വരയ്ക്കും സമീപം പടരുന്ന പാലിസേഡ്സ് തീപിടുത്തത്തിന്റെ വ്യാപനം കുറയ്ക്കാനായിട്ടുണ്ടെങ്കിലും വരണ്ട കാറ്റ് വീശുന്നത് ഭീഷണിയാണെന്നാണ് അഗ്നിശമന സേന അറിയിക്കുന്നത്. പാലിസേഡ്സിൽ മാത്രം 23,000 ഏക്കറിലധികം കത്തി നശിച്ചു. വരും ദിവസങ്ങളിൽ അതിശക്തമായ തീപിടുത്തവും ജീവന് ഭീഷണിയായ സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന് നാഷണൽ വെതർ സർവീസിലെ കാലാവസ്ഥാ നിരീക്ഷകൻ റോസ് ഷോൺഫെൽഡിന്റെ മുന്നറിയിപ്പും നിലനിൽക്കുന്നു. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്നതിനാൽ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ പ്രത്യേക അപകടകരമായ സാഹചര്യം പ്രഖ്യാപിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വീശിയടിക്കുന്ന കാറ്റ് തീജാലുകൾ കൂടുതൽ ആളിക്കത്താനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാനും കാരണമാകുമെന്ന് അഗ്നിശമന സേനാംഗങ്ങളും മുന്നറിയിപ്പ് നൽകി. ദേശീയ കാലാവസ്ഥാ സർവീസ് ഇതു സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാട്ടുതീയിൽ നാശനഷ്ടം കൂടാനുള്ള പ്രധാന കാരണം സാന്റ അന എന്ന വരണ്ട കാറ്റായിരുന്നു. ഇത് പിന്നീട് ശാന്തമായതോടെ തീ കുറച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ സാന്റ അന തിരിച്ചു വരുമെന്നാണ് കരുതുന്നത്. അതിനാൽ തന്നെ മനുഷ്യസാധ്യമായ എല്ലാ വഴികളും ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് അഗ്നിശമന സേനയും അധികൃതരും. ഡസൻ കണക്കിന് പുതിയ വാട്ടർ ട്രക്കുകളും വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളെയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ടെന്ന് ലോസ് ആഞ്ചൽസ് കൗണ്ടി അഗ്നിശമന സേനാ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. യഥാർത്ഥ മരണസംഖ്യ എത്രയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ പരിശീലനം ലഭിച്ച നായ്ക്കളെ ഉപയോഗിച്ച് തിരച്ചിൽ തുടരുകയാണ്. ആളുകളെ ഒഴിപ്പിച്ച മേഖലകളിൽ രാത്രികാല കർഫ്യൂ നീട്ടി. കാട്ടുതീ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിത മേഖലകളിലേക്ക് മാറാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലിഫോർണിയ സർവകലാശാല ക്യാമ്പസിലേക്കും കാട്ടുതീ വ്യാപിച്ചേക്കാമെന്ന് അധികൃതർ വിദ്യാർത്ഥികളെ അറിയിച്ചു. ലോസ് ആഞ്ചലസിൽ തീയാളിക്കത്തുന്നതിനിടെ തീയെടുത്ത വീടുകളിൽ മോഷണവും നടക്കുന്നുണ്ട്. അഗ്നിശമന സേനാംഗത്തിന്റെ വേഷത്തിലെത്തിയായിരുന്നു ഒരാളുടെ മോഷണം. മാലിബു പ്രദേശത്ത് മോഷണം നടത്തവെയാണ് അധികൃതർ ഇയാളെ പിടികൂടിയത്. ഇയാൾ അഗ്നിശമന വിഭാഗത്തിലെ വ്യക്തിയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം കരുതിയത്. മാലിബു പ്രദേശത്ത് ജോലി ചെയ്തിരുന്ന ലോസ് ആഞ്ചലസ് കൗണ്ടി ഷെരീഫ് ഉദ്യോഗസ്ഥൻ റോബർട്ട് ലൂണ സേനാംഗം എന്ന് കരുതി ഇയാളുടെ അടുത്തു ചെന്നു. എന്നാൽ കയ്യിൽ വിലങ്ങ് കണ്ടപ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതാണെന്ന് മനസ്സിലായത്. ഇയാളെ കൂടാതെ 9 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 35 ആയി. ഒരാളെ തീ വെച്ചതിനും അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. US ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാശനഷ്ടമാണ് തീപിടുത്തത്തിൽ ഉണ്ടായത്. $150 ബില്യൺ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ.